ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നേരിട്ടും ഹൃദയത്തിലൂടെയും വ്യക്തികളിലൂടെയും സംസാരിക്കുക പതിവാണ്. അതിനാൽ നമുക്ക് ഇപ്പോൾ കേൾക്കേണ്ടതായി ആഗ്രഹിക്കുന്ന ആ സ്വരം ദൈവത്തിൽ നിന്നും ശ്രവിക്കുവാൻ ഈ രാത്രിയിൽ നമുക്ക് പരിശ്രമിക്കാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രയാസകരവുമായ ഈ അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ദൈവസ്വരമെന്ന് ഞാൻ കേട്ടത് ദൈവസ്വരമായിരുന്നില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും എൻ്റെ ഇപ്പോഴത്തെ നഷ്ടഭാരങ്ങളും എൻ്റെ ഇപ്പോഴത്തെ അബദ്ധ ജീവിതവും അതിന് കാരണം തന്നെയാണ്, അതിന് തെളിവാണ്. അതിനാൽ കർത്താവെ, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി നീ എന്നോട് സംസാരിക്കണമേ. ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ. ദൈവസ്വരം കേൾക്കുമ്പോൾ തന്നെ അത് ദൈവസ്വരമെന്ന് തിരിച്ചറിയുവാനും മറ്റെല്ലാ സ്വരങ്ങളെയും രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തുന്നതിനും കർത്താവെ, എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ ഉപദേശത്തിന് കീഴിൽ ആയിരിക്കുവാനും ദൈവം നയിക്കുന്നതനുസരിച്ച് നയിക്കപ്പെടുന്നതിനും എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ നല്ലൊരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അസ്വസ്ഥതകളെല്ലാം മറന്ന് ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനും സൗഖ്യം ലഭിക്കുന്നതിനും സുഖമായ നിദ്രയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ അസ്വസ്ഥതയും ഹൃദയത്തിൻ്റെ ഭയവും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ രാത്രിയിൽ അല്ലലില്ലാതെ, അലച്ചിലില്ലാതെ, ദുഃഖമില്ലാതെ, ഭയമില്ലാതെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറഞ്ഞ് നല്ല ഒരു ഉറക്കം ലഭിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് തിരുവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 29 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. അവിടുന്ന് ലെബനോനെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു, സിറിയോനെ കാട്ടുപോത്തിനെ പോലെയും. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു. അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സ്വരം ശ്രവിച്ച് ആ സ്വരം മനസ്സിലാക്കി കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം മുഴുവനും കർത്താവെ, അങ്ങ് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ശക്തി തരണമേ, ബലം തരണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് കാരണം എന്തെന്നറിയാൻ കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കാൻ തെരഞ്ഞെടുത്ത വ്യക്തികളുടെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോകണമേ. കർത്താവേ, എന്താണെങ്കിലും നിന്റെ സ്വരം ശ്രവിക്കുവാനും അത് നിന്റെ സ്വരമെന്ന് മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, അങ്ങ് ശക്തിപ്രാഭവത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. അങ്ങ് അനന്ത നന്മയുള്ള ദൈവമാണ്. അങ്ങ് നീതിമാനും സത്യസന്ധനുമാണ്. കർത്താവെ, എല്ലാം അവിടുന്ന് നവീകരിക്കുന്നു, എല്ലാം അവിടുന്ന് പുനഃസ്ഥാപിക്കുന്നു. ആദിയും അന്ത്യവുമായ ഈശോയെ, ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ, ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിലെ എല്ലാ ക്രമക്കേടുകളും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ പിഴവുകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൈരാശ്യവും പരാജയങ്ങളെയും അബദ്ധങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനകളെ അകറ്റി, മനസ്സിൻ്റെ വിഷമങ്ങൾ അകറ്റി, ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി, ശരീരത്തിൻ്റെ വേദനയകറ്റി, അസ്വസ്ഥതകൾ അകറ്റി, രോഗപീഠകളിൽ നിന്ന് സൗഖ്യം നൽകി ഈ രാത്രിയിൽ ശാന്തമായി ദൈവസന്നിധിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി അവരുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ. നീയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്നും എന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ നിന്നോട് കൂടെ ചേർത്ത് നിർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും, പൈശാചിക ദുർമോഹങ്ങളിൽ നിന്നും, ദുർവികാരങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കുകയും നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഈ രാത്രിയിൽ നിന്റെ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നവർക്ക് നീ സഹായം അയക്കണമേ. പഠിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സും +2 എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ എല്ലാം നീ ക്രമീകരിക്കണമേ. നാളത്തെ പരീക്ഷയ്ക്ക് നല്ലതുപോലെ എഴുതാനുള്ള ശക്തിയും കൃപയും കൊടുത്ത്, ഓർമ്മശക്തി കൊടുത്ത്, പഠനത്തിലുള്ള ശ്രദ്ധ കൊടുത്ത്, ബുദ്ധി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട എല്ലാവരുടെയും മേൽ കർത്താവേ, കരുണ ചൊരിയണമേ. നിന്റെ അനുഗ്രഹം ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൂടെ അവരുടെ കുടുംബം മുഴുവൻ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരമരുളിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സ്വരം ശ്രവിക്കുവാനുള്ള കൃപ നൽകി, അവിടുത്തെ സ്വരം മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും ഉള്ള ശക്തി നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. അവിടുന്ന് അത് അത്ഭുതകരമായി സാധിച്ചു തരട്ടെ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി, സമാധാനപരമായ ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബലവും ധൈര്യവും നൽകി നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പിനു വേണ്ടി ആ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.